എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. മുൻ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ ലഭ്യമാണ്, നിങ്ങൾക്ക് അത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മളൊരു ചോദ്യം എടുത്തിട്ട്, അതായത് കേറ്ററ്റിന്റെ ചോദ്യ പേപ്പറിൽ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന്റെ മാതൃക എടുത്തിട്ട് എത്ര വേഗം നമുക്ക് ആ ഉത്തരത്തിലേക്ക് എത്താം, ശരിയായ ഉത്തരത്തിലേക്ക് എത്താമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്നൊരു മാതൃകയാണ് എടുത്തിരിക്കുന്നത്, മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമല്ല, നമ്മളൊരു മാതൃക. അപ്പോൾ ഇങ്ങനത്തുള്ള ചോദ്യങ്ങൾ എന്തായാലും എക്സാമിന് പ്രതീക്ഷിക്കാം. അന്നേരം നിങ്ങൾ തെറ്റാതെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഉത്തരത്തിലേക്ക് എങ്ങനെ എത്താമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഒരു കുട്ടി വീട്ടിൽ വളർത്തുന്ന പട്ടിയെ ഭയപ്പെടുന്നു. അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടിയൊക്കെ ഒന്ന് ഓർക്കുക, ആ ഒരു അന്തരീക്ഷം ഓർക്കുക. നിങ്ങളുടെ വീട്ടിലൊരു കുട്ടി നിങ്ങളുടെ വീട്ടിൽ വളർത്തുന്ന ഒരു പട്ടിയെ ഭയപ്പെടുന്നു. ഈ പ്രശ്നം പരിഹരിക്കാൻ സ്വീകരിക്കാവുന്ന ഉചിതമായ മാർഗം എന്താണ്? ഓക്കെ, അപ്പോൾ നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? നമുക്കിനി ഓപ്ഷനിലേക്ക് പോകാം. അപ്പോൾ ഓപ്ഷൻ എയിൽ പറയുന്നു പട്ടിയെ പേടിച്ചതിന് കുട്ടിയെ കളിയാക്കുക. പട്ടിയെ പേടിച്ചതിന് കുട്ടിയെ കളിയാക്കുക. ഓക്കെ. ഓപ്ഷൻ ബി പറയുന്നു പട്ടിയെ താൽക്കാലികമായി കൺമുന്നിൽ നിന്ന് മാറ്റുക, പട്ടിയെ കുട്ടി കാണാത്ത രീതിയിൽ മാറ്റി നിർത്തുക. ഓപ്ഷൻ സി പറയുന്നു പട്ടിയെ ഭയപ്പെടേണ്ടതില്ലെന്ന് പ്രായോഗികമായി കാണിച്ചു കൊടുക്കുക. ഓക്കെ. ഓപ്ഷൻ ഡി പറയുന്നു ധൈര്യം ഉണ്ടാവേണ്ടതിനെ പറ്റി കുട്ടിയെ ഉപദേശിക്കുക. ഈ ഒരു ഓപ്ഷൻ നോക്കിയാൽ നമുക്കറിയാം. ഓപ്ഷൻ എയിലേക്ക് പോയാൽ പട്ടിയെ പേടിച്ചതിന് കുട്ടിയെ കളിയാക്കുക. ആരെങ്കിലും അങ്ങനെ കളിയാക്കൂ? അത് നല്ലൊരു മാർഗമാണോ? അല്ല. അന്നേരം നമുക്ക് മനസ്സിലായി ഓപ്ഷൻ എ തെറ്റാണ്. ഓപ്ഷൻ ബിയിലേക്ക് വന്ന പട്ടിയെ താൽക്കാലികമായി കൺമുന്നിൽ നിന്ന് മാറ്റുക. നമ്മുടെ വീട്ടിലൊരു കുട്ടി, പട്ടിയെ നമ്മുടെ വീട്ടിലുള്ളത്, ആ കൊച്ചിന്റെ പേടി മാറ്റാൻ നോക്കാതെ പട്ടിയെ നമുക്ക് അങ്ങ് മാറ്റി നിർത്താൻ പറ്റുമോ? പട്ടി എന്തായാലും കുട്ടി കാണും, പിന്നെയും പേടിക്കും, അങ്ങനെ ഉണ്ട്. അപ്പോൾ ആ ഒരു മാർഗ്ഗം ശരിയല്ല, പട്ടിയെ മാറ്റി നിർത്തുക എന്നുള്ളത് ശരിയല്ല. ഓപ്ഷൻ സിയിലേക്ക് വന്നു. അങ്ങനെ ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും നമ്മൾ കട്ട് ചെയ്തു. പിന്നുള്ളത് ഓപ്ഷൻ സി ആണ്. പട്ടിയെ ഭയപ്പെടേണ്ടതില്ലെന്ന് പ്രായോഗികമായി കാണിച്ചു കൊടുക്കുക. അപ്പോൾ പട്ടിയെ നീ പേടിക്കേണ്ട, പട്ടി ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ വലിയ ആരെങ്കിലും നമ്മളാരെങ്കിലും അതിനോട് എങ്ങനെ ഇണങ്ങുന്നതെന്നും അതിനോട് എങ്ങനെ പെരുമാറേണ്ടതെന്നും കുട്ടിക്ക് കാണിച്ചു കൊടുക്കുന്നു. ഇത്രയേ ഉള്ളൂ സംഭവം എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നു. ഓക്കെ. ഓപ്ഷൻ ഡിയിലേക്ക് നമുക്ക് പോകാം. ധൈര്യം ഉണ്ടാവേണ്ടതിനെ പറ്റി കുട്ടിയെ ഉപദേശിക്കുക. എന്തോ കുട്ടിയോട് ഒന്നും അറിയാത്ത കൊച്ചു കുട്ടിയോട് നമ്മൾ പറഞ്ഞു കൊടുക്കുക, എന്താ പറയുന്നത്, നീ പട്ടി പേടിക്കരുത്, ഇങ്ങനെ ധൈര്യം വേണം, അങ്ങനെ കൊച്ചുങ്ങളോടൊക്കെ ഉപദേശിച്ച കൊച്ചുങ്ങൾ നേരെയാവും. ഇല്ല. അന്നേരം ശരിയായിട്ടുള്ള ഉത്തരം എന്ന് വെച്ചാൽ പട്ടിയെ ഭയപ്പെടേണ്ടതില്ലെന്നുള്ള പ്രായോഗികമായി വലിയ ആരെങ്കിലും കാണിച്ചു കൊടുക്കുക. എടാ ഇത്ര പട്ടി ഇത്രയേ ഉള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ തൊട്ടാൽ മതി, അതിൻ്റെ അടുത്ത് ഇങ്ങനെ പെരുമാറിയാൽ മതി, അല്ലെങ്കിൽ അത് ഒന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ കാണിച്ചു കൊടുക്കുന്നതായിരിക്കും കുട്ടിക്ക് ഏറ്റവും അനുയോജ്യമായത്. കുട്ടിയുടെ പേടി മാറ്റാനും ഇതായിരിക്കും. അവരിങ്ങനെ തൊടുന്നുണ്ടല്ലോ, അപ്പോൾ അത് വിഷയമില്ല, ഞാനും തൊടാം. അങ്ങനത്തുള്ള പ്രശ്നങ്ങൾ അതിൻ്റെയൊക്കെ മാറ്റിയെടുക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഇതെന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. സോറി. ഒരുപക്ഷെ ഓപ്ഷൻ ഡിയും നമുക്ക് സംശയമായിട്ട് തോന്നും. ധൈര്യം ഉണ്ടാവുന്നതിനെ പറ്റി കുട്ടിയെ ഉപദേശിക്കുക എന്നുള്ളത് നമുക്ക് സംശയമായിട്ട് ഇങ്ങനെ കിടക്കും. പക്ഷേ നിങ്ങൾ എപ്പോഴും ചിന്തിക്കുക, അത്ര തന്നെ. നമ്മളിപ്പം ഓപ്ഷൻ സി ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ അതായിരിക്കും ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ. അങ്ങനെ നമ്മളിങ്ങനത്തുള്ള ചെറിയ ചെറിയ ചോദ്യങ്ങൾ, ഇങ്ങനെ നമ്മൾ മോഡൽ ചോദ്യങ്ങൾ കൊണ്ടുവന്ന് അതിനകത്ത് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താനായിട്ടുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ പറയുന്നതായിരിക്കും. ഇവിടെ പെട്ടെന്ന് ഇത് നമ്മൾ ഓപ്ഷൻ പെട്ടെന്ന് വായിച്ച് നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ചിന്തിച്ച് നോക്കി ആ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഓപ്ഷൻ എ ബി പോയി പിന്നെ സിയും ഡിയും അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കുക. 1 മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ ഇങ്ങനത്തുള്ള വീഡിയോയ്ക്കായി നിങ്ങൾ ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക.